വരേണമേ, വേഗം വരേണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടേണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 147 സങ്കീർത്തനത്തിൽ 10 തിരുലിഖിതം. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. 147 സങ്കീർത്തനം 10 തിരുലിഖിതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവ് തൻ്റെ വചനത്തെ അയക്കുന്നു, അവിടുത്തെ കൽപ്പനകൾ പാഞ്ഞു വരുന്നു എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലമുറകളായി അടിമത്തത്തിലും തകർച്ചയിലും കിടക്കുന്ന കുടുംബങ്ങളിൽ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാവിധം ദൈവശക്തി വ്യാപരിച്ച് വിടുതലും സൗഖ്യവും സംഭവിക്കുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കണ്ണൂരിൽ നിന്നാണ് ഞാൻ ഇത് എഴുതുന്നത്. എൻ്റെ പേര് ഷിജി റോയ്. എൻ്റെ ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന മറക്കാനാവാത്തൊരു നന്മയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം കഴിഞ്ഞു. ഒരു വീടില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. പല സ്ഥലത്തും വാടകയ്ക്ക് താമസിച്ചു. അവിടെ നിന്ന് എല്ലാവരുടെയും ആട്ടും തുപ്പും സഹിച്ചു. ഭർത്താവിന് കുടിയും ചീട്ടുകളിയും പുകവലിയും ആയിരുന്നു അതിൻ്റെ സ്വഭാവം. അതുകൊണ്ടൊരു വീട് വേണമെന്നോ വീട്ടിലെ കാര്യങ്ങൾ നോക്കണമെന്നോ എല്ലാം ഒന്ന് ശരിപ്പെടുത്തണമെന്നോ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ അനാഥത്വം അനുഭവിച്ച് വിഷമിക്കുന്ന സമയത്താണ് ഞാൻ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചത്. ഞാൻ എൻ്റെ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു വീട് വെക്കാൻ കൃപ തരണമേ എന്നും, വീട് വെക്കാൻ അവിടെ നിന്ന് ഇടപെട്ടാൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യം എഴുതി അറിയിച്ചേക്കാമെന്നും ഞാൻ നേർന്നു പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണത ഫലമായി എൻ്റെ ദൈവം എനിക്ക് മനോഹരമായ ഒരു വീട് നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നോക്കുക, 10-13 വർഷമായി വാടകയ്ക്ക് മാറി മാറി താമസിച്ച് ഒരുപാട് സ്ഥലം നാട്ടും തുപ്പും സഹിച്ച് മുഴുക്കുടിയനും പുകവലിയും ചീട്ടുകളിയുമായി നടക്കുന്നവനുമായ ഒരു ഭർത്താവിൻ്റെ ആ ഉത്തരവാദിത്വമില്ലായ്മയുടെ ഭാരവും പേറി ഒരു വീട്ടമ്മ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി. ദൈവവചനം പഠിപ്പിക്കുകയാണ്, സങ്കീർത്തനം 34:18, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 68 സങ്കീർത്തനത്തിൽ 6 തിരുലിഖിതം, അഗതികൾക്ക് വസിക്കാൻ അവിടുന്ന് ഇടം നൽകുന്നു, തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. ഒരു വിടുതലിൻ്റെ ദൈവമാണ് വിശുദ്ധ ബൈബിളിൽ നമുക്കായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് പാലക്കാട് ജില്ലയിലുള്ള എടത്തനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ യുവാവ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവൻ്റെ വേദന, ഇവൻ എത്ര ശ്രമിച്ചിട്ടും പഠനം കഴിഞ്ഞിട്ട് എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി ലഭിക്കുന്നില്ല എന്നതാണ്. എൻ്റെ പേര് എൽദോ ജോൺ. ഞാൻ എടത്തനാട്ടുകര ഇടവകയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. ഒരുപാട് കമ്പനികളുടെ മുമ്പിൽ പോയി മുട്ടിയിട്ടുണ്ട്. സെലക്ഷന് പോയാലും ഞാൻ എക്സാം പാസ്സാകുമെങ്കിലും ഇൻ്റർവ്യൂ ഫെയിലാകുകയായിരുന്നു എൻ്റെ അവസ്ഥ. സെഗിയോനിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് ഞാൻ അട്ടപ്പാടിയിൽ വെള്ളിയാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-ാമത്തെ വെള്ളിയാഴ്ച എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ അറ്റൻഡ് ചെയ്തിരുന്ന കമ്പനികളെക്കാൾ നല്ലൊരു കമ്പനിയിൽ ദൈവം ഉന്നതമായൊരു ജോലി നൽകി എന്നെ ഉയർത്തി. ഇതാ എൽദോ ജോൺ പാലക്കാട് ജില്ലയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
പല കാര്യങ്ങളിൽ മുട്ടി തളർന്ന മനസ്സുമായിട്ട് ദൈവമക്കൾ ദൈവസന്നിധിയിലേക്ക് ഹൃദയഭാരത്തോടെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 145 സങ്കീർത്തനത്തിൽ 14 തിരുലിഖിതം, നിലം പരിചായവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു, നിലം പരിചായവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു. 145:16 കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. മകനെ, മകളെ, ഒരുപക്ഷെ ഇന്ന് നീ കഠിനമായൊരു നിരാശയുടെ പിടിയിലായിരിക്കാം. ഒരുപക്ഷെ മക്കൾ ദുർനടപ്പിൽപ്പെട്ട് മനസ്സ് തകർന്നിരിക്കുന്ന സാഹചര്യമാകാം. ദേവാലയ കർമ്മങ്ങളിൽ നിന്ന് അകന്നുപോയി വിശ്വാസം നഷ്ടപ്പെട്ട് സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാതെ ക്ലേശിക്കുന്നൊരു സാഹചര്യമാകാം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ താങ്ങാനാവാത്ത ഒരു പാപം വന്ന് പാപത്തിൻ്റെ കുറ്റബോധ നിമിത്തം നീറുന്നൊരു ഹൃദയവുമായിട്ടിരിക്കുന്നൊരു സാഹചര്യമാകാം. മക്കളുടെ രോഗത്തെ ഓർത്ത് ഭാരപ്പെടുന്നൊരു സങ്കടത്തിൻ്റെ ഒരു മനസ്സായിരിക്കും അപ്പോൾ നിൻ്റെ മനസ്സ്. നിൻ്റെ ഹൃദയത്തിൽ നിന്നെ മതിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഇന്ന് നീ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക. നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക. കരങ്ങളെ ഉയർത്തി യേശു കർത്താവിനെ ആരാധിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, അവിടുന്ന് സകലത്തിൻ്റെ മേലും അധികാരമുള്ള രാജാവാണല്ലോ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അത്ഭുതകരമായ അങ്ങയുടെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. നിരാശയുടെയും കുറ്റബോധത്തിൻ്റെയും ഭയത്തിൻ്റെയും ഭാരത്തിൻ്റെയും കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. കൂടെയുള്ള തകർച്ചകൾ, കൂടെയുള്ള കുടുംബ വഴക്കുകൾ, കൂടെയുള്ള ആത്മീയ തകർച്ചകൾ, പാപത്തിൻ്റെ അടിമത്തങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ഇവരെ പീഡിപ്പിക്കുന്ന പൈശാചിക പീഡകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. പാപത്തിലും രോഗത്തിലും നിരാശയിലും കുറ്റബോധത്തിലും ആത്മഹത്യ ചിന്തയിലും വെറുപ്പിലും വൈരാഗ്യത്തിലും വഴക്കിലും ഇവരെ തളച്ചിട്ടിരിക്കുന്ന ദുരാത്മാക്കളെ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ഈ ദൈവമക്കളെയും കുടുംബങ്ങളെയും വിട്ടൊഴിഞ്ഞു പോവുക. ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 147 സങ്കീർത്തനത്തിൽ 10 തിരുലിഖിതം, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. അച്ഛൻ ഈ വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഇടവകകളിൽ ധ്യാനത്തിന് പോയപ്പോൾ കണ്ടുമുട്ടിയ ഒരുപാട് വ്യക്തികളുടെ മുഖങ്ങളാണ്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ, ഞങ്ങൾ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ്, ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നവരാണ്, ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഞങ്ങൾ കള്ളുകുടിയോ ചീട്ടുകളിയോ ഇല്ലാത്തവരാണ്, ഞങ്ങളങ്ങനെ ദുർമാർഗികളൊന്നും അല്ല, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ വഴികളിൽ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ചേട്ടന്മാരോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ ധ്യാനം ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയിട്ടുണ്ടോ? അവർ പറയും ഇല്ല, ഇന്ന് വരെ അങ്ങനത്തെ കാര്യങ്ങൾ ഇടവകയിലുള്ള കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ് അച്ഛാ. ഞങ്ങൾ കുർബാനയ്ക്ക് പോകും, പ്രാർത്ഥിക്കും, ഞങ്ങളിങ്ങനെ പോരും, ഞങ്ങൾ ധാരാളം സൽകൃത്യങ്ങൾ ചെയ്യും, ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിത രീതി. ഈ ധ്യാനത്തിന് പോകുന്നവരൊക്കെ എന്താ ചെയ്തു കൂട്ടുന്നത്? ഇങ്ങനെ ധ്യാനത്തിന് പോകുന്നവരെ പരക്കെ കുറ്റം പറഞ്ഞ് ഇന്ന് വരെ ഒരിക്കൽ പോലും ധ്യാനത്തിന് പോകാത്ത മർക്കടമുഷ്ടികളായ ആളുകളെ കാണാനിട വന്നിട്ടുണ്ട്. ഞാൻ അവരോട് വീണ്ടും ചോദിക്കും, ചേട്ടാ, അത് ശരി, നിങ്ങളിങ്ങനെ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മദ്യപാനത്തിൻ്റെ ബന്ധനം കാണുന്നുണ്ടല്ലോ. അവർ പറയും, അത് ചെറിയ അച്ഛാ, അത് കുറച്ചുണ്ട്, നല്ല കത്തോലിക്കരുടെ നിലയ്ക്ക് കുറച്ച് മദ്യപിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അച്ഛാ? ഞങ്ങളുടെ കാർന്നോമാരായിട്ട് കറുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്. കറുപ്പെന്ന് പറഞ്ഞാൽ കടുത്തൊരു ലഹരി വസ്തുവാണ്. അതൊന്നും പറയാൻ യാതൊരു കൂസലും ഇവർക്കില്ല. ചില പാപങ്ങൾ കാർന്നോമാരായിട്ട് സ്ഥാപിച്ചു വെച്ചിട്ടുള്ള ചില പാപങ്ങൾ, അതിനെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നു, കാർന്നോമാരായിട്ട് കറുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങളായപ്പോൾ അത് കുറച്ചും കൂടെ മാറ്റിയിട്ട് ഞങ്ങൾ മദ്യത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രാർത്ഥനയുടെ ഒരു ആത്മീയ ഉണർവിലേക്ക് ദൈവരാജ്യ വേല വല്ലതും ചെയ്യുന്നുണ്ടോ? യേശുക്രിസ്തുവിനെ കർത്താവായി സാക്ഷിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ നാമം 10 പേരോട് പറയാൻ വേണ്ടി സുവിശേഷ വേല ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളും ഞങ്ങൾക്കില്ല അച്ഛാ. ഞങ്ങൾ വെളുപ്പിന് എഴുന്നേൽക്ക് പള്ളിയിൽ പോകും, പിന്നെ വന്ന് എസ്റ്റേറ്റിലേക്ക് പോകും, ഫാക്ടറിയിലേക്ക് പോകും, വൈകുന്നേരം വരും, അങ്ങനെ ഞങ്ങളുടെ ജീവിതം കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുറേ പേരെ കാണാൻ പറ്റുമായിരുന്നു. അവരുടെ പേരാണ് ഫരീസേയർ, നിയമജ്ഞർ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾക്ക് വിശുദ്ധിയുണ്ട്, ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ട് ജീവിതത്തിലെ ചില തെറ്റുകൾ തിരുത്താൻ അവർ തയ്യാറല്ല, ജീവിതത്തിലെ ചില ധാർഷ്ട്യം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല, അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വെളിപാടിനെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല, ദൈവപുത്രനിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവരാജ്യം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു നിക്കോദേമോസ്. എന്നാൽ യേശുക്രിസ്തു നിക്കോദേമോസിനോട് പറഞ്ഞു, നിക്കോദേമോസേ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പടി പോലും കാണില്ലെന്ന് ഞാൻ നിന്നോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ ഇന്ന് നല്ല സൽപ്രവർത്തികൾ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, നീ ഇന്ന് ഒരുപാട് പേർക്ക് ദാനധർമ്മം ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, നീ ഒരു പാരമ്പര്യ കുടുംബത്തിൽ പറഞ്ഞൊരു ക്രിസ്ത്യാനിയായിരിക്കാം, നീ ഡെയിലി പള്ളിയിൽ പോകുന്നവനായിരിക്കാം, നീ ഒരുപാട് ഉപവാസം എടുക്കുന്നവനായിരിക്കാം. എന്നാൽ നീ ചില പാപങ്ങൾ, ചില മേഖലകൾ ഉപേക്ഷിക്കാതെ, മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ ജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണോ? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ സൽപ്രവർത്തികൾക്ക് എന്ത് വില. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ ജീർണ വസ്ത്രം പോലെയും അത്രേ. യെശയ്യാ 64:6. ജീവിക്കുന്ന ദൈവത്തിൻ്റെ 10,000 സൂര്യനേക്കാൾ ശോഭയുള്ള കണ്ണുകളുടെ മുമ്പിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും പരമോന്നതമായ സൽപ്രവൃത്തി പോലും ജീർണ വസ്ത്രം പോലെ, മലിന വസ്ത്രം പോലെ, കക്കൂസൂഴി വീണ വസ്ത്രം എടുത്താൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഏറ്റവും വലിയ സൽപ്രവൃത്തി പോലും ദൈവത്തിൻ്റെ വിശുദ്ധിന് മുമ്പിൽ വരുമ്പോൾ അത് ജീർണ വസ്ത്രം പോലെ, മലിന വസ്ത്രം പോലെ വിലകെട്ടതാണ്. ഹല്ലേലൂയ. പിന്നെ എന്താണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവസന്നിധി വിലയുള്ളത് എളിമയുള്ളൊരു ഹൃദയം, അനുതാപമുള്ളൊരു ജീവിതം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളൊരു ജീവിതം, ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നതനുസരിച്ച് വീണ്ടും ജനനത്തിലേക്ക് പോകുന്നൊരു ജീവിതം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ കർത്താവ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്, ഏക സത്യ ദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നീ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ? നീ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നുണ്ടോ? നീ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ടോ? ഇതനുസരിച്ചാണ് ന്യായവിധിയിൽ ഞാനും നിങ്ങൾ ന്യായം വിധിക്കപ്പെടുക. ഞാനും നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാനും നിങ്ങൾ യേശുക്രിസ്തുവിനെ ഏറ്റു പറയുന്നില്ലെങ്കിൽ, ഞാനും നിങ്ങൾ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കുന്നില്ലെങ്കിൽ, ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് വീണ്ടും ജനനത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാനും നിങ്ങൾ എത്ര സൽപ്രവർത്തികൾ ചെയ്താലും ഏറ്റവും വലിയ സൽപ്രവൃത്തി പോലും ദൈവസന്നിധിയിൽ ഒരു ജീർണ വസ്ത്രം പോലെ തന്നെ. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ബൈബിളിൽ നമ്മളൊരു കഥാപാത്രത്തെ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് മഹാനായ ബെൽഷാസർ രാജാവ്. നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ ഉത്തുംഗ ശൃംഗത്തിലിരുന്ന മഹാനായ ചക്രവർത്തിയുടെ പുത്രനാണ് മഹാനായ ബെൽഷാസർ രാജാവ്. അദ്ദേഹം മേദിയക്കാരെ അങ്ങനെ ഭരിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ മൂല്യശ്രേണി, അദ്ദേഹത്തിൻ്റെതായ പ്രിൻസിപ്പിൾസ്, അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം ജീവിതം ഇങ്ങനെ നയിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുന്നൊരു സമയത്ത് അദ്ദേഹം ലക്ക് കെട്ട് പൂണ്ടിരുന്ന ആ മുറിയുടെ മിനുമിനുത്ത ഭിത്തിയിൽ ഇതാ സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട ഒരു കരം ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ രാജാവ് വിവർണനായി. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ കുഴഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ച് അദ്ദേഹം വികാരാധീനനായി. ഇത് എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്ന അർത്ഥം എന്ന് രാജാവ് ഭയചകിതനായി ചിന്തിക്കാൻ തുടങ്ങി. രാജ്യത്തെ മന്ത്രവാദികളെല്ലാം വന്നു, എന്നാൽ അവർക്കത് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ദാനിയേൽ എന്ന യുവാവ് കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ആ ആത്മാവ് നിറഞ്ഞവനായ ദാനിയേൽ ഈ ലിഖിതങ്ങൾ വായിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ലിഖിതം: മെനെ മെനെ തെഗേൽ പാർസീൻ, മെനെ മെനെ തെഗേൽ പാർസീൻ. ദാനിയേലിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ദാനിയേൽ പുസ്തകത്തിൽ 5-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ആ ലിഖിതം ഇതാണ്: മെനെ മെനെ തെഗേൽ പാർസീൻ. ഇതാണ് അതിൻ്റെ അർത്ഥം. മെനെ,
ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെഖേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. നിന്റെ ജീവനും ജീവിതവും നൽകിയ നിന്റെ ദൈവത്തെ ആദരിക്കാതെ നീ നിൻ്റേതായ ഒരു മൂല്യശ്രേണി വെച്ച്, നിൻ്റേതായ ഒരു കാഴ്ചപ്പാട് വെച്ച് തന്നിഷ്ടപ്രകാരം നീ ജീവിച്ചതിനാൽ ഇതാ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട കരം നിന്റെ മേലുള്ള വിധിവാചകം എഴുതിയിരിക്കുന്നു. മെനെ മെനെ തെഗേൽ പാർസീൻ. മെനെ മെനെ എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അന്ന് രാത്രി തന്നെ ബെൽഷാസർ രാജാവ് ദാരുണമാവിധം കൊല ചെയ്യപ്പെട്ട്, ബെൽഷാസർ രാജാവ് അതിദാരുണമാവിധം കൊല ചെയ്യപ്പെട്ട് രക്തപാതകത്തിന് രാത്രിയായി ആ രാത്രി മാറി. ആ രാജ്യം മേദിയക്കാരനായ ദാരിയൂസ് എന്ന മകന് എന്ന വ്യക്തിക്ക് ദൈവം എടുത്തു നൽകി. ദാരിയൂസ് അങ്ങനെ പേർഷ്യയുടെ ഭരണാധികാരിയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാരണം? തെഖേൽ, നിന്റെ ദൈവം നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ ദൈവം നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കരുണയുള്ള പിതാവാണ്, ദൈവം സ്നേഹമുള്ള പിതാവാണ്, ദൈവം ദയാപരനാണ്, സമ്മതിച്ചു. എന്നാൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടെയുണ്ട്. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നു. ഒരു മനുഷ്യന് തൻ്റെ നടപടികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യം. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, എന്നാൽ ദൈവം ഹൃദയം പരിശോധിക്കുന്നു. ദൈവം ഹൃദയം പരിശോധിക്കുന്നു. പ്രിയപ്പെട്ട പൈതലേ, നിന്റെ ഹൃദയത്തെ നിന്റെ ദൈവം പരിശോധിക്കുന്നുണ്ട്. നിന്റെ ദൈവം നിന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നുണ്ട്. ഏത് എക്സ്റേ മെഷീനേക്കാളും പവർഫുള്ളാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ. അത് 10,000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്. ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം. ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഓ പൈതലേ, നിന്റെ ഹൃദയത്തിൻ്റെ ഗതികളെ നിന്റെ ദൈവം തൂക്കി നോക്കുന്നുണ്ട്. നിന്റെ മനസ്സിൻ്റെ ഉള്ളറകളിരിക്കുന്ന ഉള്ളിരിപ്പുകളെ ദൈവം തൂക്കി നോക്കുന്നുണ്ട്. നീ ഒരുപക്ഷെ ഒരുപാട് തൽപ്രവൃത്തികൾ ചെയ്ത് നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത, എന്നാൽ നിന്റെ അവസ്ഥ വെള്ളയടിച്ച കുഴിമാടത്തിന് സദൃശമാണോ എന്ന് ഇന്ന് നീ പരിശോധിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, സ്വന്തം സൽപ്രവൃത്തികളിൽ അഹങ്കാരം പൂണ്ട്, സ്വന്തം മേന്മയിൽ മേനി ഭാവിച്ച്, സ്വന്തം പാണ്ഡിത്യത്തിലും സ്വന്തം ദാനധർമ്മത്തിലും സ്വന്തം പുണ്യപ്രവൃത്തികളിലും സ്വന്തം ജീവിതരീതി ബലം പിടിച്ച് എന്നെ ഇനി ആരും ഒന്നും പഠിപ്പിക്കേണ്ട എന്ന ധാരണയിൽ ജീവിക്കുന്ന എൻ്റെ അവസ്ഥയിലേക്ക് അങ്ങയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, മാനസാന്തരത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ ഈ മക്കളെ ഈ അലട്ടിക്കൊണ്ടിരിക്കുന്ന മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഹൃദയ കാഠിന്യത്തിൻ്റെ അരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നവീകരിക്കപ്പെട്ട ഒരു പുത്തൻ ജീവിതത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് ആഗ്രഹിക്കാം. 2 കരങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്താം. കുടുംബത്തിലുള്ള എല്ലാ അവസ്ഥകളെയും ഈശോയുടെ അത്ഭുത ശക്തിയാൽ ഒരു വിടുതലിൻ്റെ അഭിഷേകത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കുടുംബങ്ങളിൽ നിന്നുള്ള പാരമ്പര്യ ബന്ധനങ്ങൾ വിട്ടുപോട്ടെ കർത്താവേ. ഈ കുടുംബങ്ങൾ ഉപദ്രവിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കൂട്ടങ്ങളും ഛിന്ന ഭിന്നമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയ എല്ലാ പൂർവികരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവായ ദൈവമേ. ഈ കുടുംബങ്ങളുടെ പിൻതലമുറകളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹൃദയത്തിൽ പരിവർത്തനമുള്ള യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കുന്ന നിത്യജീവന്റെ ഉടമസ്ഥതയുള്ള ഒരു ജീവിതം നയിക്കാൻ തക്കവണ്ണം ഓരോ മകനെയും മകളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ മാറനാത്ത. Lord Jesus. എൻ്റെ പേര് ബിന്ദു എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷിബു. ഞങ്ങൾ കോഴിക്കോടിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4.5 വർഷമായി. ആദ്യം ഒരു കുഞ്ഞുണ്ടായത് അബോട്ടായി പോയിരുന്നു. പിന്നെ 2.5 വർഷത്തോളം കുഞ്ഞുണ്ടായിരുന്നില്ല. ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ 2007 മെയ് മാസത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ധ്യാനം കൂടാൻ അവസരം ലഭിച്ചു. അന്ന് ധ്യാനാവസരത്തിൽ 2 കൗൺസിലേഴ്സ് ഞങ്ങളോട് നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞ് നീ ഗർഭിണിയാകുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 6 മാസം കഴിഞ്ഞ് ഞാൻ ഗർഭിണിയായി. എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. പേര് റസ എന്നാണ്. അതുപോലെ പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എൻ്റെ ജോലി ആവശ്യത്തിനായി ഞങ്ങൾ കോഴിക്കോട് ടൗണിൽ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു വീടോ ഫ്ലാറ്റോ സ്വന്തമായിട്ട് ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഇതും കൂടി ചേർത്ത് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു. ആ ആഴ്ച തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച തുകയ്ക്ക് ഒരു ഫ്ലാറ്റ് ലഭിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കുടുംബത്തിൽ മക്കളുണ്ടാകാനുള്ള തടസ്സം നിമിത്തം ഇവരുടെ മനസ്സ് ഹൃദയം വല്ലാതെ വേദനിച്ചപ്പോൾ ഇവർ 2007 മെയ് മാസത്തിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി. ധ്യാനത്തിൻ്റെ സമയത്ത് കർത്താവ് സന്ദേശം കൊടുത്തു, 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മക്കളെ തന്ന് അനുഗ്രഹിക്കും എന്നുള്ള സന്ദേശം കർത്താവ് നൽകി. അത് പ്രകാരം കൃത്യം 6 മാസത്തിനുള്ളിൽ തന്നെ ദൈവം ഈ കുഞ്ഞിനെ കൊടുത്ത് ഗർഭിണിയായി. പിന്നീട് സമയത്ത് കുട്ടീനെ പ്രസവിച്ചു. ഇതാ കുട്ടിയുമായിട്ട് വന്ന് കുടുംബം ദൈവം നാം മഹത്വപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടന്നവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടന്നവർക്ക്. എൻ്റെ പേര് സണ്ണി. ഞാൻ പൊൻകുന്ന ഇടവകക്കാരനാണ്. പക്ഷെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ സിംഗപ്പൂരാണ് താമസിക്കുന്നത്. ഈ ഒരു ധ്യാനം കൂടാൻ വേണ്ടി മാത്രമാണ് ഞാൻ കേരളത്തിലേക്ക് വന്നത്. സിംഗപ്പൂരിൽ നിന്ന് ഈ ധ്യാനത്തിന് വേണ്ടി തന്നെ ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് ധ്യാനം കൂടി തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഞാൻ അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ശക്തമായ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആൻറ്റിബയോട്ടിക്സ് വാങ്ങിച്ചു വന്നു. 1-ാമത്തെ ദിവസം ശക്തമായ തലവേദന കാരണം എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. 2-ാമത്തെ ദിവസം ഞാൻ ഹാളിലേക്ക് വരുമ്പോൾ തന്നെ ശക്തമായ തലവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഭക്ഷണം കഴിച്ചില്ല, അതുകൊണ്ട് മാത്രം മരുന്ന് കഴിച്ചിരുന്നില്ല. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, പുറത്ത് തൈലം പൂശി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേക രോഗകാരണങ്ങൾ ഉള്ളവർക്ക് പോയി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പോയി ഈ ഒരു ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് ഹാളിൽ വന്നിരുന്ന് കഴിഞ്ഞ് ഞാൻ മരുന്ന് കഴിക്കുന്ന കാര്യം തന്നെ മറന്നുപോയി. ഭക്ഷണം കഴിച്ചിട്ടും മരുന്ന് കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്ക് രോഗമെല്ലാം പോയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ ഞാനിത് സാക്ഷ്യപ്പെടുത്തും, അതിനുവേണ്ടി ഞാനൊരു അടയാളം ചോദിക്കുകയാണ്, അത് നീ കാണിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞു. ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കും, നീ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. എൻ്റെ ഇടത്തെ കാലിന് 1/2 ഇഞ്ച് നീളം കൂടുതലാണ്. വർഷങ്ങളായിട്ട് എനിക്ക് ആ കാലിന് ഉപ്പൂറ്റിക്ക് ശക്തമായ വേദനയുണ്ട്. ഈ വേദന നീ ഇന്ന് മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കും നീ ഇത് അത്ഭുതകരമായിട്ട് സൗഖ്യം തന്നിരിക്കുന്നുവെന്ന്. അന്ന് 4:30 ആയപ്പോൾ എൻ്റെ നെറ്റിയിൽ തലവേദനയും മാറി, എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിലുണ്ടായിരുന്ന വേദനയും മാറി. ഞാൻ ഒരു സൗഖ്യം ചോദിച്ചു, ഈശോ എനിക്ക് 2 സൗഖ്യം തന്ന് എന്നെ സുഖപ്പെടുത്തി. ഇടതും വലതുമുള്ളവരുടെ തോളിൽ കരങ്ങളിട്ട് സന്തോഷത്തോടെ ആടിപ്പാടി ബലത്താൽ